ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ചുമത്തുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഒഴിവാക്കി യുഎസ് ഭരണകൂടം. കമ്പ്യൂട്ടറുകളുടെയും ലാപ്ടോപ്പുകളുടെയും വില ഉയരുന്നത് യുഎസിലെ ജനങ്ങളെയും ടെക് കമ്പനികളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് തീരുമാനത്തിനു പിന്നിൽ. നിലവിൽ ഏറ്റവും കൂടുതൽ തീരുവയുള്ള ചൈനയിൽ നിന്നുള്ള ഉപകരണങ്ങൾ സെമി കണ്ടക്ടറുകൾ, സോളാർ സെല്ലുകൾ, ഹാർഡ് ഡ്രൈവുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഘടകങ്ങളും ഉപകരണങ്ങളും പകരം തീരുവയിൽ നിന്ന് ഒഴിവാക്കിയവയുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. സ്മാർട്ട് ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും പുറമെ ഹാർഡ് ഡ്രൈവുകൾ, പ്രൊസസ്സറുകൾ, മെമ്മറി ചിപ്പുകൾ തുടങ്ങിയവയാണ് ഉയർന്ന തീരുവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇവ അമേരിക്കയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ആഭ്യന്തര ഉൽപ്പാദനം സാധ്യമാക്കാൻ ദീർഘകാലമോ ഒരുപക്ഷെ വർഷങ്ങളോ വേണ്ടി വന്നേക്കുമെന്ന സാഹചര്യത്തിലാണ് തീരുവയിൽ നിന്നുള്ള ഒഴിവാക്കൽ എന്നാണ് വിവരം. ഉയർന്ന തീരുവയിൽ നിന്ന് ഒഴിവാക്കുന്നവയുടെ പട്ടിക വെള്ളിയാഴ്ച വൈകിയാണ് യുഎസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ പുറത്തിറക്കിയതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അമേരിക്കയുടെ പുതിയ താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യാൻ ചൈന തീരുമാനിച്ചതായാണ് വിവരം. അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ തങ്ങൾക്കൊപ്പം ചേരാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് യുഎസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ഉയർത്തിക്കൊണ്ടുള്ള നീക്കം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് 145% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ഏപ്രിൽ 2-നാണ് ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. 20% പകരച്ചുങ്കം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് 27% തീരുവയാണ് അമേരിക്ക ചുമത്തിയത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, UK 10%, ജപ്പാന് 24% തീരുവയായിരുന്നു അന്ന് യുഎസ് പ്രഖ്യാപിച്ചത്.